പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് വീർപ്പുമുട്ടുന്ന ചിലരെ കണ്ടിട്ടില്ലേ? അവർക്കൊരു സഹായവും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചുമ്മാ അവരോട് തോളിൽ തട്ടി അങ്ങ് പറഞ്ഞേക്കണം, എല്ലാം ശരിയാകും, നമുക്ക് ശരിയാക്കാം, നമ്മളൊക്കെ ഇല്ലേ കൂടെ. തളരരുത്. ചിലപ്പോൾ നമ്മൾ അവർക്കൊന്നും ശരിയാക്കി കൊടുത്തില്ലെങ്കിലും അവരാ വാക്കിൽ നിന്നും കിട്ടുന്ന ആത്മവിശ്വാസത്താൽ സ്വയം അങ്ങ് ശരിയായിക്കോളും. പ്രതികരിക്കുന്നില്ല എന്നു കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്നു കരുതേണ്ട. ക്ഷമയോളം വലിയൊരു വിശ്വാസവും മൗനത്തോളം വലിയൊരു ആയുധവും എന്നിൽ എന്നും അവശേഷിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഞാനായി തന്നെ ഇന്നും നിലകൊള്ളുന്നു. ഒറ്റയ്ക്ക് ഒരാൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ ഒരിക്കലും അയാളെ ഒന്നിച്ചിരിക്കുവാൻ ക്ഷണിക്കരുത്. ഒപ്പം ഇരുന്നിട്ട് നിങ്ങൾ ഒരിക്കൽ എഴുന്നേറ്റു പോയാൽ പിന്നെ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കുവാൻ പറ്റാത്തവണ്ണം അയാൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവും. നമ്മുടെ ലോകം ഒരാളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് മനുഷ്യർ ചുറ്റുമുണ്ട്. അവരെ അനുഭവിച്ചവരോട് ചോദിച്ചാൽ അവരുടെ കണ്ണ് നിറയുന്നത് കാണാം. കാരണം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ ആ ഒരാൾക്ക് കഴിയും വിധം നമ്മുടെ സന്തോഷങ്ങളുടെ താക്കോൽ ആദ്യമേ നമ്മൾ അയാളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവിതം ഇടയ്ക്കൊന്ന് കരയണം, എങ്കിലേ പുഞ്ചിരിക്ക് എത്ര വിലയുണ്ടെന്നറിയൂ. ഇടയ്ക്ക് നഷ്ടം എന്താണെന്നറിയണം, എങ്കിലേ നഷ്ടപ്പെടുന്നത് നമുക്ക് ജീവിതത്തിൽ എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാകൂ. അല്ലെങ്കിൽ സ്നേഹവും ഒരു കാപട്യമായി മാറും. കാരണം കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യനില്ല. അത് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നതും ജീവിതം ജീവിതമാകുന്നതും. ജീവിതമാണ്, ആര് പോയാലും വന്നാലും അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. എന്നാൽ ചിലര് പോകുമ്പോൾ, ചിലരെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച് മനസ്സ് പിണങ്ങി മാറി നിൽക്കും. കൈവെള്ളയിൽ നിന്ന് വഴുതിയെന്നറിയുമ്പോൾ നഷ്ടബോധത്തിൻ്റെ തീവ്രതയേറുന്നത്. നഷ്ടബോധങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതം. തനിച്ചാക്കിപ്പോയവരോട് മറ്റൊരാളിൽ സന്തോഷം കണ്ടെത്തി പകരം വീട്ടുന്നവരും ഉണ്ട്. വേറെ ചിലരുണ്ട്, ഒരു വാശിക്ക് പോലും മറ്റൊരാളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്തവർ. തനിച്ചാക്കിയിട്ടും മറക്കാനോ വെറുക്കാനോ കഴിയാത്തവർ. സ്നേഹിച്ചു മതിവരാത്തവർ. ശരിക്കും തനിച്ചായി പോയവർ. മരിച്ചു പോയവരൊന്നും തിരിച്ചു വരില്ലെന്ന് പറയുന്നവർ. അത്രയും ആഴത്തിൽ അവരെ സ്നേഹിക്കാത്തത് കൊണ്ടായിരിക്കാം എല്ലാ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അവർ ഇല്ലാത്ത ആഘോഷങ്ങളിലും അവർ നമ്മോട് കൂടെ തന്നെയുണ്ട്. അദൃശ്യമായും അവരെ കാണുന്നില്ല, സ്പർശിക്കാൻ പറ്റുന്നില്ല എന്നേയുള്ളൂ. നമ്മളെ തൊട്ടുപോകുന്ന കാറ്റിനു പോലും പ്രിയപ്പെട്ടവരുടെ മണം ആയിരിക്കും. ചിലർ കരഞ്ഞു കാര്യം നടത്തുന്നവരുണ്ട്, മറ്റു ചിലർ ചിരിച്ചു കാര്യം നടത്തുന്നവരുണ്ട്. ഇതിനിടയിൽ ഒരു കാര്യവും നടത്താൻ കഴിയാതെ ചിരിക്കണോ കരയണോ എന്നോർത്ത് നടക്കുന്നവരുമുണ്ട്. നമ്മൾ എത്ര തന്നെ ചേർത്തുപിടിക്കാൻ നോക്കിയാലും പോകേണ്ടവരെല്ലാം പോവും. അതിപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വഴിതെറ്റി വന്നവരായാലും നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തിയവരായാലും. ഈ ലോകത്ത് ഏറ്റവും അപകടമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് നമുക്ക് ഒരാളോടുള്ള അഡിക്ഷൻ, മറ്റൊന്ന് നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുടെ വേർപാട്. തൻ്റേതായ ഇടം കണ്ടെത്തലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം. തീർച്ചയായും തൻ്റെ ഇടം ഒരു ആയുധം തന്നെയാണ്. തൻ്റേതായ ഇടം കണ്ടെത്താൻ നിലപാടുകൾ വേണം. നിലപാടുകൾ എടുക്കാനും അതിലുറച്ചു നിൽക്കാനും ആവശ്യം തന്നെയാണ്. ഒരു കാലം വരെ എല്ലാവരും വർണ്ണപ്പട്ടങ്ങൾ തന്നെയാണ്. പക്ഷേ പിന്നീടങ്ങോട്ട് ആരുടെ കയ്യിലാണോ അതിൻ്റെ ചരടിരിക്കുന്നത് അതുപോലെ ഇരിക്കും വർണ്ണവും വർണ്ണപ്പകിട്ടും. സങ്കടം നൽകിയ കാലത്തെ നീ മറക്കുക, പക്ഷേ അത് നൽകിയ പാഠം നീ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ഓരോ വേദനകളും ഓരോ പാഠങ്ങളാണ്.
ആർക്കും വായിച്ചെടുക്കാൻ പറ്റാത്ത പാഠങ്ങൾ. മൗനം. അക്ഷരങ്ങൾ കുറവാണെങ്കിലും അർത്ഥങ്ങൾ പലതാണ്. നമ്മളെ സംശയിക്കുന്നവരോട് ഉപദേശം ചോദിക്കരുത്. അസൂയ ഉള്ളവരോട് നമ്മുടെ ലക്ഷ്യം വെളിപ്പെടുത്തുകയും അരുത്. മുഖം മണ്ണിനോട് ചേരുന്ന ഒരു ദിവസം നമുക്ക് വന്നു ചേരാനുണ്ട്. ചിന്തിക്കുക. സ്നേഹം യാചിച്ചു അന്വേഷിച്ചു പോകാതെ നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ട് അവരെ നെഞ്ചോട് ചേർക്കുക. നാം വിശ്വസിച്ച് കൂടെ നിർത്തിയവരെ മനസ്സിലാക്കാൻ കാരണമാകുന്നത് നാം പരാജയപ്പെടുന്ന സമയമായിരിക്കും. നമ്മൾ കാണുന്ന ഓരോരുത്തരും ചിരിച്ച മുഖത്തോടെ നടക്കുന്ന പലരുടെയും ജീവിതം നാം വിചാരിക്കുന്ന പോലെ അത്ര സന്തോഷമുള്ളതല്ല. ആ ചിരിയുടെ പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ടാകും. ആദ്യമൊക്കെ ഇലകൾ കൊഴിയും നേരം മരങ്ങൾ കരഞ്ഞിരിക്കണം. പിന്നെ പിന്നെ അതൊക്കെ ശീലമായി കാണും. ഏതാണ്ട് ചില മനുഷ്യരും അതുപോലെയല്ലേ. പറയാനാവാത്ത പ്രണയമായിരിക്കും ഈ ലോകത്ത് അധികവും ഉണ്ടാവുക. അവസാനം അയാളുടെ കാതുകളിൽ എത്താതെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് മനസ്സിൽ മെല്ലെ തട്ടി സ്വയം മറന്നു തുടങ്ങുന്ന പ്രണയം. കിട്ടാത്ത സ്നേഹത്തിനേക്കാൾ എത്രയോ വേദനയാണ് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം കുറഞ്ഞു തുടങ്ങിയെന്ന് തിരിച്ചറിയുമ്പോൾ. നമ്മൾ സ്വയം വില കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കുറച്ച് വേദനിച്ചാലും മിണ്ടാതെയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷിക്കാൻ എപ്പോഴും ഒരു കാരണം വേണം. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എവിടുന്ന് എന്ന് പോലും അറിയില്ല. ഒഴിവാക്കാൻ കാണിക്കുന്ന മൗനത്തേക്കാൾ നല്ലത് വേണ്ടെന്ന് തുറന്നു പറയുന്നതാണ്. ഏറ്റവും രുചിയുള്ള ഭക്ഷണം അത് വിശപ്പാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് ഇപ്പോഴും അത് ജീവിത യാഥാർത്ഥ്യമാണെന്ന് സത്യം. മടുത്തു തുടങ്ങുമ്പോൾ കുറ്റപ്പെടുത്തി തുടങ്ങും. അത് പതിയെ ഒറ്റപ്പെടുത്തലിലേക്ക് വഴിമാറും. പരിഗണിക്കപ്പെടുമ്പോഴാണ് ഓരോ മനുഷ്യരും മനോഹരമായി ചിരിക്കുന്നത്. ഓരോ രാത്രിയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. കഴിഞ്ഞുപോയ വേദനകളുടെയും നഷ്ടങ്ങളുടെയും ഒരു നീണ്ട ഓർമ്മപ്പെടുത്തൽ. ഇനി ഉണരുമോ എന്ന് പോലും അറിയാത്ത രാത്രി. കണ്ണ് കാണാത്ത ഒരാൾക്ക് കാഴ്ച തിരികെ കിട്ടുമ്പോൾ ആ വ്യക്തി ആദ്യം ഉപേക്ഷിക്കുന്നത് തൻ്റെ അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ആ വടിയെ ആയിരിക്കും. അതിനാൽ നിങ്ങൾ ആരുടെയും വടിയാവാതിരിക്കുക. നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങൾക്കിടയിലും എല്ലാവരുടെയും മുന്നിലും മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയുന്നില്ല. ശരിക്കും അത് നമുക്കൊരു നേട്ടം തന്നെയാണ്. മനസ്സ് തുറന്ന് സംസാരിക്കുന്നയാളെ വെറുക്കും. മനസ്സിലൊതുക്കി അഭിനയിക്കുന്നയാളെ സ്നേഹിക്കും. അതാണ് ഈ ലോകം. മനസ്സു നിറഞ്ഞ് ചിരിക്കാൻ വേണ്ടിവരുന്നത് കുറച്ച് അനുഭവങ്ങൾ മാത്രമാണ്. ചുറ്റിലും ഒരുപാട് പേരുണ്ടെങ്കിലും ഇടയ്ക്ക് അങ്ങ് ഒറ്റപ്പെട്ടു പോകാറുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ മനസ്സിലാക്കുന്നവർ ആകണമെന്നില്ല. ആരും ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോഴത്തെ സന്തോഷം അതുമതി എല്ലാവർക്കും. സ്നേഹിച്ചവർ ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ചു പോകില്ല. വാക്കുകൾ കൊണ്ട് സ്നേഹം നടിച്ചവർക്ക് മാത്രമേ അതിന് കഴിയൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് തിരിച്ചും നിങ്ങളെ ഇഷ്ടമാണ് എന്നറിയാൻ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മാത്രം മതി എന്ന് പഠനങ്ങൾ പറയുന്നു. ചിലർക്ക് നമ്മളോടുള്ള അടുപ്പം കണ്ട് നമ്മൾ അവരിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത്. അവിടെ വിഡ്ഢിയായി മാറുന്നത് അവസാനം നമ്മൾ തന്നെയാണ്. നിങ്ങൾക്കിടയിൽ നീ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിക്കുമ്പോൾ കൂടെയുള്ള ആളുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു സുഖമാണ്. അവർ വരില്ലെന്നറിഞ്ഞിട്ടും അവരുടെ ഓർമ്മകളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ജീവിതം ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അധികം സ്നേഹിച്ചാൽ ഒരുപാട് വേദനിപ്പിക്കുമെന്ന്. ആവശ്യങ്ങൾക്ക് വേണ്ടി അടുക്കുന്നവരാണ് അധികവും. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിനക്ക് എന്നെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ അത് തിരിച്ചു കിട്ടാൻ നിനക്ക് പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനുമില്ല.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.